24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് കോട്ടയത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ പരിപാടി അരങ്ങേറുക. 1 മണിക്കൂറായിരിക്കും ദൈർഘ്യം. 5 മണി വരെ ഉണ്ടാകും ഈ പരിപാടി. ഈ സംവാദം തത്സമയം 24 സംപ്രേഷണം ചെയ്യുന്നുണ്ടാകും. ഇന്ന് ഈ പരിപാടിയുടെ അവതാരകൻ വേണു ബാലകൃഷ്ണനാണ്. തത്സമയം വേണു ബാലകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് വേണു ബാലകൃഷ്ണൻ. ഈദ് മുബാറക്. വേണു, പാലായിൽ അരങ്ങേറുന്ന ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ എന്താണ്? കടുത്ത പോരാട്ടം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൻ്റെ കഥ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെടുമല്ലോ. പറയൂ വിവരങ്ങൾ. ഈദ് മുബാറക് എസ്കെൻ. നമ്മൾ ഇന്നുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഒരു പ്രത്യേകതയുള്ളത്, 2 മുന്നണികളിലെയും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന മണ്ഡലം എന്നതാണ് കോട്ടയത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. 1977 ശേഷം ആദ്യമായാണ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇങ്ങനെ കേരള കോൺഗ്രസുകൾ നേർക്കുനേർ പോരാടുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനാണ് വീണ്ടും ജനവിധി തേടുന്നത്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, NDAയുടെ സ്ഥാനാർത്ഥി BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി. ഇവർ മൂവരും തമ്മിലുള്ള പോരാട്ടമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇതിൽ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും എടുത്തു പറയേണ്ട സവിശേഷതകളുണ്ട്. 2019 തോമസ് ചാഴിക്കാടൻ ജയിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. റെക്കോർഡ് ഭൂരിപക്ഷം തന്നെ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചാഴിക്കാടൻ 2019 ലോക്സഭയിലേക്ക് എത്തുന്നത്. അത് UDF അക്കൗണ്ടിലുമായിരുന്നു. അതിനുശേഷം നമുക്കറിയുന്നത് പോലെ ജോസ് കെ മാണി പാളയം മാറുന്നു, LDFിലെത്തുന്നു, കൂടെ തോമസ് ചാഴിക്കാടനും പോകുന്നു. അപ്പോൾ UDFിൻ്റെ അക്കൗണ്ടിൽ കിട്ടിയ ഈ സീറ്റ് LDFിൻ്റെ സ്ഥിരം അക്കൗണ്ടാക്കി മാറ്റാൻ തോമസ് ചാഴിക്കാടന് കഴിയുമോ ഇല്ലയോ എന്നതാണ് ഈ ജനവിധിയിലൂടെ അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ തോൽപ്പിച്ചത് LDF സ്ഥാനാർത്ഥിയും ഇപ്പോൾ മന്ത്രിയുമായിട്ടുള്ള VN വാസവനെയാണ്. വാസവനാണ് തോമസ് ചാഴിക്കാടൻ്റെ വിജയത്തിനായി ഇപ്പോൾ പാർട്ടി സംഘടനയെ ഒന്നാകെ ശക്തമായി പിന്നിൽ നിലയുറപ്പിച്ച് ശക്തമായി പിന്തുണയുമായി തോമസ് ചാഴിക്കാടൻ്റെ വിജയത്തിന് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട്. തോമസ് ചാഴിക്കാടനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, മറ്റ് MP-മാർക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് 100% വിനിയോഗിച്ച ഏക MP ആണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെയാണ് വോട്ടർമാരെ തോമസ് ചാഴിക്കാടൻ കാണുന്നത്. അതേസമയം ഫ്രാൻസിസ് ജോർജ് നേരത്തെ 2 തവണ ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. 2 തവണയും ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയിൽ എത്തിയത്. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, LDF കാൻഡിഡേറ്റ് ആയിട്ടാണ് ഈ 2 തവണയും ഫ്രാൻസിസ് ജോർജ് ജയിച്ചിട്ടുള്ളത്. കാരണം PJ ജോസഫ് ആ ഘട്ടത്തിൽ LDFിലായിരുന്നു. ഇപ്പോൾ PJ ജോസഫ് മുന്നണി മാറി UDFിലാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തെത്തുന്നു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. SKN അറിയുന്നത് പോലെ വലിയ വെല്ലുവിളികളാണ് ഫ്രാൻസിസ് ജോർജിനെ നേരിടേണ്ടി വന്നത്. ചിഹ്നം വരെ അടുത്ത ദിവസമാണ് അനുവദിച്ചു കിട്ടിയത്. പക്ഷേ UDFിന്റെ ഉറച്ച കോട്ട എന്ന ഈ കോട്ടയത്തിന്റെ പ്രത്യേകത ഫ്രാൻസിസ് ജോർജിന് ആത്മവിശ്വാസം നൽകുന്നു. തുഷാർ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടിയതിനു ശേഷം വയനാട്ടിൽ നിന്ന് കോട്ടയത്തെത്തുന്നു. PC ജോർജുമായിട്ടുള്ള തർക്കമൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ ഈ PC ജോർജ് ഫാക്ടർ എങ്ങനെയാകും തുഷാറിന്റെ സാധ്യതകളെ ബാധിക്കുക എന്നതും കൗതുകരമാണ്. എന്തായാലും ഇതാണ് കോട്ടയത്തിന്റെ മത്സര ചിത്രം. നമ്മൾ വൈകിട്ട് 4 മണിക്ക് പാലായിൽ ബസ് സ്റ്റാൻഡിന് സമീപം എല്ലാവരെയും കാണുന്നു, വോട്ടർമാരെ കാണുന്നു, 3 മുന്നണികളുടെയും പ്രതിനിധികളെ കാണുന്നു. അവർ അവിടെ നമ്മളോട് രാഷ്ട്രീയം പറയും. ഓക്കെ, താങ്ക് യു വേണു ബാലകൃഷ്ണൻ. ഈ പരിപാടി ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ 24 തത്സമയം സംപ്രേഷണം ചെയ്യും. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ സംവാദം അരങ്ങേറുക. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ, പ്രത്യേകിച്ച് പാലയും കോട്ടയം മണ്ഡലത്തിലെയും ഒക്കെ പ്രവർത്തകരെയും രാഷ്ട്രീയ വിശ്വാസികളെയും ഒക്കെ തന്നെ നമ്മൾ അങ്ങോട്ട് സ്വാഗതം ചെയ്തു, നമ്മുടെ പ്രേക്ഷകരെ പ്രത്യേകിച്ചും.